ഹായ്, ഓൾ ഇൻ ഓൾ മോം ആൻഡ് ഇൻഫന്റ് കെയർ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിമച്ചർ ബേബിക്ക് ഉപയോഗിക്കുന്ന, അതായത് പ്രിമച്ചർ എന്ന് പറയുന്ന വാക്ക് ബേബി മെച്ചർ ആകാതെ ഡെലിവറി സംഭവിക്കുന്ന സിറ്റുവേഷനിലാണ് പ്രിമച്ചർ ബേബി എന്ന് പറയുന്നത്. അവർക്ക് വെയിറ്റ് കുറവായിരിക്കും, വളരെ ചെറിയ വാവായിരിക്കും. എന്തെങ്കിലും അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കാരണം കുഞ്ഞ് നേരത്തെ ഡെലിവറി ആകുന്ന കുഞ്ഞുങ്ങളെയാണ് പ്രിമച്ചർ ബേബീസ് എന്ന് പറയുന്നത്. അവർക്ക് വെയിറ്റ് വളരെ കുറവായിരിക്കും. പ്രിമച്ചർ ബേബീസ് എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിയിൽ വെയിറ്റ് കുറഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അതായത് നോർമൽ ഡേറ്റ് ആയിട്ട് തന്നെ പ്രസവിച്ചാലും ചില കുട്ടികൾ വളരെ കുഞ്ഞു ബേബീസ് ആയിരിക്കും. അപ്പൊ അവരുടെ തണുപ്പൊന്നും അടിക്കാതെ അവരുടെ കയ്യിലും കാലിലും ഒക്കെ ഇടുന്ന ചെറിയ ഗ്ലൗസ്, മിറ്റൺ, പിന്നെ സ്ലീപ്പ് സ്യൂട്ട്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ നോർമൽ ഒരു 2.5 കിലോയ്ക്ക് മേളിൽ 3 kg വരെയൊക്കെയുള്ള വെയിറ്റിൽ ജനിക്കുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് അതിലും കുഞ്ഞി സാധനങ്ങൾ വേണം. ഇപ്പൊ പ്രിമി പ്രോഡക്ട്സ് എന്ന് പറയും. പ്രിമച്ചർ ബേബീസിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പ്രോഡക്ട്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാം. ഒന്നാമതായി വരുന്നത് കയ്യിലിടുന്ന കുഞ്ഞു ഗ്ലൗ. ഇത് 2 ടൈപ്പിൽ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ചെറിയ ഇലാസ്റ്റിക്കോട് കൂടിയുള്ളതും, പിന്നെ കുറച്ചുകൂടെ കൈ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു ടൈ. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ടൈ ഉള്ള ടൈപ്പും ഉണ്ട്. ഇത് നോർമൽ ഗ്ലൗസിനെക്കാളും വളരെ ചെറുതാണ്. ഇതിനു വേണ്ടി മാത്രം ഞങ്ങൾ കളക്ട് ചെയ്തേക്കുന്നതാണ്. വൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു എല്ലാം ലൈറ്റ് ഷെയ്ഡുകളായിരിക്കും കൂടുതലും. ഡോട്ട്സ് ഉള്ളതുണ്ട്, പിങ്ക് ഷെയ്ഡ്, ബ്ലൂ, അങ്ങനെ പല പല ഷെയ്ഡിൽ അവൈലബിൾ ആണ്. അവരുടെ തന്നെ കാലിലിടുന്നതും ഈ ഗ്ലൗവിന്റെ പറഞ്ഞതുപോലെ തന്നെ കെട്ടുന്ന സൈസ് എന്ന് വെച്ചാൽ കുഞ്ഞു കാലായിരിക്കും. കുഞ്ഞു കാലെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറുത് ഇത്രേ കാണുള്ളൂ. അപ്പോൾ ആ കുഞ്ഞു കാലയിൽ നമ്മളെ നോർമൽ സോക്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. അവർക്ക് തണുപ്പ് അതൊന്നും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കാണില്ല. ഒത്തിരി വെയിറ്റ് ലോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്റർ പോലെയുള്ള സംവിധാനങ്ങളിൽ സംരക്ഷിക്കുന്നതും ഉണ്ട്. അങ്ങനെയുള്ള ബേബീസിനും അല്ലാതെ നമ്മുടെ നോർമലി തന്നെ വെയിറ്റ് കുറഞ്ഞ് ജനിക്കുന്ന കുട്ടികൾക്കും എപ്പോഴും ഒരു അമ്മയുടെ ചൂട് കിട്ടുന്നതിനോടൊപ്പം അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലും അവരുടെ കാലില്, കയ്യില്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ യൂസിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗ, മിറ്റൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കുഞ്ഞു സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ കളക്ട് ചെയ്തേക്കുന്നത്. അത് ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, പ്യുവർ വൈറ്റ് ഉണ്ട്, പല ഡിസൈൻസിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ആ ടൈമിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന, ഇവിടെ ചോദിച്ചു വരുന്ന മെയിൻ വേറെ ഒരു ഐറ്റം ആണ് സ്ലീപ്പ് സ്യൂട്ട്. ഇതെന്ന് വെച്ചാല് ഫുൾ കവേർഡ് ആണ്. കാല് കണ്ടാല് നീളം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും ഇത് നോർമലി വരുന്ന സ്ലീപ്പ് സ്യൂട്ടിനേക്കാളും വളരെ കുഞ്ഞതാണ്. പിന്നെ ഇതിൽ ഓൾറെഡി മിക്ക സ്ലീപ്പ് സ്യൂട്ടിലും ഇങ്ങനെ ഒരു സംവിധാനം കാണും. അതായത് നമ്മൾ ഗ്ലൗ ഇതിന് സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ കണ്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. ഗ്ലൗ ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ചെവിയൊക്കെ കവർ ചെയ്തിരിക്കാൻ ഹുഡ് ഉള്ളതും ഉണ്ട്. ഇത് പ്യുവർ വൈറ്റിൽ വരുന്നതാണ്. ക്യാപ്പ് സെപ്പറേറ്റ് വരുന്ന ഒരു ഇതാണ്. അത് ഐ ലവ് ഡാഡി, ഐ ലവ് മമ്മി എന്നൊക്കെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ക്യാപ്പും ഉണ്ട്. ഇത് വൈറ്റ് കളറിൽ വരുന്നതാണ്. ഹുഡ് ഉള്ളതും ഹുഡ് ഇല്ലാത്തതും അവൈലബിൾ ആണ്. ഇത് പ്രിന്റഡ് ആണ് കേട്ടോ. ആദ്യം കാണിച്ചതൊക്കെ പ്യുവർ വൈറ്റിൽ വരുന്നത്. കൂടുതലും പ്യുവർ വൈറ്റ് പ്രിഫർ ചെയ്യാണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹുഡ് ഉള്ളത്, പ്രിന്റ് ലൈറ്റ് ഷെയ്ഡിൽ ഹുഡ് ഉള്ളതും ഹുഡ് ഇല്ലാത്തതും അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ചെറിയ ബേബി, അതായത് വെയിറ്റ് കുറഞ്ഞ് ജനിക്കുന്ന കുഞ്ഞു ബേബിക്ക് വേണ്ടിയുള്ള സൈസാണ് ഈ കാണിക്കുന്നത്. പിന്നെ ജബലാസ് വരുന്നതും നോർമലി വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ സൈസാണ്. സ്വെറ്റർ അവൈലബിൾ ആണ്. കൂടുതലും ഇപ്പോൾ ഈ സ്ലീപ്പ് സ്യൂട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്വെറ്ററിന്റെ യൂസ് വളരെ കുറവാണ് കസ്റ്റമർ യൂസ് ചെയ്യുന്നത്. സ്ലീപ്പ് സ്യൂട്ട് കുറച്ചുകൂടെ കവേർഡ് ആയിരിക്കും. ഈ സ്വെറ്ററിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടല്ല വരുന്നത്, സെപ്പറേറ്റ് ടോപ്പും ഇതിൽ പാന്റ് അങ്ങനെ വരുന്നത് കുറവാണ്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇതില് ബൂട്ടിയും ക്യാപ്പും ഒക്കെ സെപ്പറേറ്റ് ആണ്. അപ്പൊ ആ കവറിങ്ങിന്റെ ഒരു വിഷയം വെച്ചിട്ട് കൂടുതലും സ്ലീപ്പ് സ്യൂട്ട് ആയിരിക്കും ബെറ്റർ. പിന്നെ ഇത് കുറച്ച് വാം കിട്ടുന്ന സൈസ് ചെറിയ ബ്ലാങ്കറ്റ് ആണ്. ഇത്തരം സാധനങ്ങൾ ഇനി കാണിക്കുന്നത് ന്യൂ ബോൺ ബേബിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എസ്പെഷ്യലി പ്രിമി ബേബിക്ക് വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ.
ഈ ടൈപ്പ് കണ്ടേ. ഇതിനുള്ളില് ബേബിയെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള, ഇത് നേരത്തെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റാപ്പറാണ്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് ഈ പ്രിമി ബേബിക്ക് വേണ്ടിയിട്ട് അവര് മൂവ് ചെയ്യാതെ അതിനുള്ളില് കംഫർട്ടബിൾ ആയിട്ട് വെക്കാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. കണ്ടേ, ഈ ഒരു സംവിധാനം കണ്ടേ, ഇതിനുള്ളില് ബേബിയെ ഇതിൽ കവർ ചെയ്ത് വെക്കുന്ന ഈ സംവിധാനം ഉള്ളത് കൊണ്ട് ഇത് അങ്ങനെ പ്രിമി ബേബിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, അതിനകത്ത് ബേബി കവേർഡ് ആയിരിക്കും, ബേബിയുടെ വണ്ണത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കൈ കാലെല്ലാം ഇതിൽ കവേർഡ് ആയിരിക്കും. ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. ഈ കാണിച്ചതിന്റെ ബ്ലൂവും ഗ്രീനും അവൈലബിൾ ആണ്. ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. ഓൾറെഡി ഇതിന്റെ പ്രോഡക്റ്റിന്റെ റീൽസും ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടേ, ഇതെല്ലാം ആ അകത്തൊരു എക്സ്ട്രാ റാപ്പ് വരുന്ന റാപ്പറാണ് ഇതെല്ലാം. പിന്നെ ഇത് ഈ കുഞ്ഞു ബേബീസിന് നമ്മൾ നാപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആദ്യത്തെ സമയത്ത് ഹോസ്പിറ്റൽ ആ ടൈമിലൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ബെല്ലാടെ ഹാപ്പി ബ്രാൻഡിന്റെയാണ് കുഞ്ഞു പ്രിമി ബേബിക്ക് വേണ്ടിയിട്ട്. അതായത് ഇത് ഡബിൾ എക്സസ് ആണ്, സ്മോൾ എക്സസ്, എക്സ്ട്രാ സ്മോൾ, ഡബിൾ എക്സസ് എന്ന് പറഞ്ഞാൽ അതിലും ചെറുത്. അതായത് 2 kg അതിന് താഴെയുള്ള ബേബീസിന് 2 kg വരെയുള്ള ബേബിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഈ ഡബിൾ എക്സസ്. ഇതും ഇവിടെ അവൈലബിൾ ആണ്. നോർമലി വരുന്നത് അപ് ടു 5 kg എന്നാണ് ന്യൂ ബോൺ ബേബിക്ക് വരുന്ന ഡയപ്പേഴ്സ് എല്ലാം അപ് ടു 5 kg എന്നാണ് വരുന്നത്. ഇത് ഈ സ്പെഷ്യൽ ബേബീസിന് വേണ്ടിയിട്ട് വരുന്നതിന് ഈ വെയിറ്റ് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങുക. ഇവിടെ അല്ല, വേറെ എവിടുന്നായാലും ഇങ്ങനത്തെ വെയിറ്റ് നോക്കിയിട്ട് വാങ്ങുക. എന്ന് വെച്ചാൽ ആ കുഞ്ഞു ബേബിക്ക് വലുതായിരിക്കും. നമ്മൾ ഈ അപ് ടു 5 kg എന്ന് പറയുന്ന ഡയപ്പർ തന്നെ ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഒട്ടിക്കുന്നതേ വാങ്ങാവുള്ളൂ. എപ്പോഴും ന്യൂ ബോൺ ബേബിക്ക് ഫസ്റ്റ് വാങ്ങുന്നത് സ്റ്റിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒട്ടിക്കുന്ന ഡയപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പ്രിമി ബേബിക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ കളക്ഷൻസ് വരുന്നുണ്ട്. ഇത്തരം ഐറ്റംസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. വെയിറ്റ് കുറഞ്ഞ് കുഞ്ഞായിട്ട് ജനിക്കുന്ന കുഞ്ഞു ബേബീസ് ആ ജനിക്കുന്ന സമയത്ത് ഇതേ ഉള്ളു കേട്ടോ. പിന്നെ അവർ ഏറ്റവും മിടുക്കനും മിടുക്കത്തികളുമായിട്ടൊക്കെ ആയിരിക്കും. വെയിറ്റ് പിന്നെ വിഷയമേ അല്ല. ആദ്യത്തെ കുറച്ച് മാസത്തെ ഒരു വ്യത്യാസം മാത്രമേ കാണുള്ളൂ ഈ വെയിറ്റിന്റെ ഒരു പ്രശ്നം. പിന്നെ അവര് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും വളരുന്നത്. പിന്നെ അത് വെയിറ്റ് കുറഞ്ഞ ജനിച്ച കുഞ്ഞാണെന്നൊന്നും അതിലൊരു വിഷയമേ വരുന്നില്ല. എന്നാലും ആ ജനിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. അവർ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളിലും അവർ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, ബൂട്ടീസ്, അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമ്മൾ ആ ഒരു കെയറിങ് കൊടുക്കേണ്ടതാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്നോ ഓൺലൈൻ വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.